നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോഷ്ടിച്ചിട്ടില്ല. അവളെ ഒന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യല്ലേ സാറേ. സർ പ്ലീസ് സർ. ഞാൻ മോഷ്ടിച്ചിട്ടില്ല. ഇങ്ങോട്ട് വരാൻ, എന്നെ വിട്. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞേ. മുകളിൽ നിന്നുള്ള വിളി വരണ്ട, ഫോൺ ഓഫ് ചെയ്തേക്കാം. നിന്നെ പോലുള്ള കുറെ എണ്ണത്തിനെ ഞാൻ ദിവസവും കാണുന്നതാ, അതുകൊണ്ട് അഭ്യാസമൊന്നും വേണ്ട. സത്യം പറഞ്ഞില്ലെങ്കിൽ ചോദ്യം ചെയ്യലിന്റെ രീതിയൊക്കെ അങ്ങ് മാറും. വനിതാ കോൺസ്റ്റബിൾ കയറി മേയും. അവർക്ക് പണി കൊടുക്കണോ? രാവിലെ കൈത്തരിപ്പ് തീർക്കാൻ വകയില്ലാതിരിക്കുക. ഇടിച്ചു കൂമ്പ് വാട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ. വന്ദനെ, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നാണക്കേടൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. സത്യമങ്ങ് പറഞ്ഞൂടെ? ഞാൻ മോഷ്ടിച്ചിട്ടില്ല. ഇനി പോലീസ് മുറ തന്നെ ശരണം. അയ്യോ മോളെ, പോലീസ് സ്റ്റേഷനാ. സാറേ രക്ഷിക്കണം സാറേ. എന്റെ മോളൊന്നും ചെയ്തിട്ടില്ല. അവള് മോഷ്ടിക്കാൻ പഠിച്ചിട്ടില്ല. അവളൊരു പാവ സാറേ. എന്റെ കുഞ്ഞിനെ വിട്ടേക്കണം സാറേ, അല്ലെങ്കിൽ പാവം കിട്ടും സാർ. സർ, ഞാൻ ഹരിത, XMLA കരുണാകരക്കുറുപ്പിന്റെ മകളാ. എന്റെ ഭർത്താവിന്റെ സഹോദരിയാ ഈ വന്ദന. ചേച്ചി അങ്ങനെ ഒരു മോഷണം നടത്തുന്ന ആളല്ല. വെറുതെ കള്ളക്കേസുകൾ കെട്ടിവെക്കാൻ നോക്കരുത്. ദൈവഭയമുള്ളവളാ വന്ദന. എന്നും പൂജയും വഴിപാടുമായിട്ട് ദൈവത്തെ സേവിച്ച് കഴിയുന്നവളാ. അവൾ ഒരിക്കലും മോഷ്ടിക്കില്ല സാറ്. അത് കള്ളക്കഥേ. ഇവരുടെ വാചക കസരത്ത് കേട്ടിരിക്കാൻ വേറെ ജോലിയില്ലേ സർ? FIR എഴുതി റിമാൻഡ് ചെയ്യാനുള്ള നടപടി എടുക്കണം. സെക്ഷൻ ഞാൻ പറഞ്ഞുതരാം. വക്കീൽ സാറേ, ഞാൻ വന്ദനേച്ചിയുടെ സഹോദരനാ മനോജ്. വക്കീൽ ഓഫീസിലെ മാറാല അടിച്ചതിന്റെ തുമ്മലും ചീറ്റിലും ചേച്ചിക്ക് ഇതുവരെ മാറിയിട്ടില്ല. അതിനു മുമ്പ് എന്തിനാ സാറേ അവരെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? സാറേ എന്റെ മോളെ ഉപദ്രവിക്കല്ലേ സാറേ. മതി, ഇതുവരെ ഇവളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. വന്ദന വക്കീലിന്റെ പണം മോഷ്ടിച്ചു എന്ന് സമ്മതിച്ചാൽ മാത്രം പോരാ, മോഷ്ടിച്ച പണം വക്കീലിന് തിരിച്ചു കൊടുക്കുകയും വേണം. അമ്മയും നാത്തുമാരും സഹോദരനും അടങ്ങുന്ന ഒരു പട തന്നെ വന്നിട്ടുണ്ടല്ലോ. എല്ലാവരും കൂടി ആലോചിച്ച് പെട്ടെന്നൊരു തീരുമാനം എടുക്കണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തീരാൻ പോകുന്നില്ല. വക്കീലേ, വാ. എടി, എന്നെ പോലൊരു പെണ്ണല്ലേ നീയും. നിന്നെ ഇടിച്ചു പിഴിയാനൊന്നും എനിക്കൊരു താല്പര്യമില്ല. എസ്ഐയും വക്കീലും താപ്പാനകളാ. പണം മോഷ്ടിച്ചെന്ന് നീ അങ്ങ് സമ്മതിച്ചേക്ക്. എന്നിട്ട് ആ 1 ലക്ഷം രൂപ തിരിച്ചു കൊടുത്ത് തലയൂരി പോകാൻ നോക്ക്. അല്ലെങ്കിൽ ജയിലിൽ കിടന്ന് മൂട്ട കടി കൊള്ളേണ്ടി വരും. എന്ത് തീരുമാനിച്ചു? കുറ്റം സമ്മതിച്ച് വക്കീലിന്റെ പണം തിരിച്ചു കൊടുക്കാൻ തയ്യാറാണോ? ഇല്ലെങ്കിൽ ജാമ്യമില്ലാ വകുപ്പ് തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. കോടതിയിൽ FIR ഇട്ട് നേരെ അങ്ങ് കൊണ്ടുപോകും.
വർഷങ്ങളോളം കള്ളിയുടെ ലേബലിൽ അകത്ത് കിടക്കേണ്ടതായും വരും. വന്ദന കല്യാണം കഴിയാത്ത പെണ്ണല്ലേ? നല്ല സൗന്ദര്യവും ആരോഗ്യവും ഒക്കെ ഉണ്ടല്ലോ. ഈ ശരീരം ആർക്കും ഉപകാരപ്പെടാതെ ഇങ്ങനെ ഹോമിക്കണോ? അവസാനമായിട്ടാ ഞാൻ ചോദിക്കുന്നത്, സത്യം തുറന്നു പറയുന്നുണ്ടോ ഇല്ലയോ? എത്ര ചോദിച്ചാലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പണം മോഷ്ടിച്ചിട്ടില്ല. ഇനി വേദം ഓതിയിട്ട് കാര്യമില്ല. ബിന്ദു, വന്ദനെ ഇടിമുറിയിലോട്ട് കൊണ്ടുപോയിക്കോ. ശരി സാർ. നടക്കടി ഇങ്ങോട്ട്, നടക്കോ. മോഷ്ടിച്ചിട്ടില്ല. അവളെ ഒന്നും ചെയ്യല്ലേ, എന്നെ വിട്. ഒന്നും ചെയ്യല്ലേ സാറേ. സർ പ്ലീസ് സർ. ഞാൻ മോഷ്ടിച്ചിട്ടില്ല. ഇങ്ങോട്ട് വരാൻ. എന്നെ വിട്. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞേ? ഇനി വരാൻ. ഒരു നിമിഷം. എന്താ എസ് ഐയും വക്കീലും കൂടി വന്ദനയെ കള്ളിയാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണല്ലേ? ഇടയ്ക്ക് കയറി വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കിയതിൽ ക്ഷമിക്കണം. വന്ദന മോഷ്ടിക്കില്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. മോഷ്ടിച്ചു എന്നാണല്ലോ വക്കീലിന്റെ പരാതി. നിങ്ങൾ പറയും പോലെ വന്ദനയെ കള്ളിയാക്കാൻ വ്യഗ്രത കൊണ്ട് കൊടുത്ത പരാതിയല്ല. വന്ദനയ്ക്കെതിരെ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. എങ്കിൽ അതെനിക്കൊന്ന് കാണണം. തെളിവ് നിങ്ങളെ കാണിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം പോലീസിനുണ്ട്. തെളിവ് അങ്ങനെ വരുന്നവരെയും പോകുന്നവരെയും കാണിക്കാനുള്ളതല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.